ഒരു ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണമെന്ന് ദൈവം പറയുന്നത് കേൾക്കൂ. നിൽപ്പ്: ഇരുപാദങ്ങളും നിലത്തുറപ്പിച്ച് കാലുകൾ തമ്മിൽ അല്പം അകലം പാലിച്ച് നിൽക്കുക. ഇരിപ്പ്: കാലുകൾ അടുപ്പിച്ചുവച്ച് നിവർന്ന് ഇരിക്കണം. നടപ്പ്: അലക്ഷ്യമായോ ധൃതികൂടിയോ നടക്കരുത്. കിടപ്പ്: ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്നത് ശീലമാക്കുക. നോട്ടം: തുറിച്ചു നോക്കരുത്. അലസമായി നോട്ടം പാടില്ല. ഭാവം: ശാന്തവും പ്രസന്നപൂർവ്വവുമായി ഭാവം എപ്പോഴും നിലനിർത്താൻ ശ്രദ്ധിക്കുക. സംസാരം: മുഖത്തേക്കു നോക്കി സംസാരിക്കുക. ശരീരശുദ്ധി: ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും കുളിക്കണം. വേഷം: ലളിതവും മാന്യവുമായിരിക്കണം വസ്ത്രധാരണ. എങ്ങനെ ഇടപെടണം? മാതാപിതാക്കൾ ജോലികാര്യങ്ങളിൽ അവരെ സഹായിക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുക. ഗുരുജനങ്ങൾ ഗുരുജനങ്ങളെ കണ്ടുമുട്ടുമ്പോൾ അവരെ അഭിവാദനം ചെയ്യാൻ മറക്കരുത്. മുതിർന്നവർ സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുക. കൂട്ടുകാർ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. ബന്ധുക്കൾ പരിധിവിട്ട സ്വാതന്ത്ര്യം നന്നല്ല. അപരിചിതർ വന്നാൽ അഭിസംബോധന ചെയ്ത് സ്വീകരിക്കുക. ജോലിക്കാർ മാന്യമായി പെരുമാറുക. എങ്ങനെ വർദ്ധിക്കണം? ആരാധനാലയം ദൈവത്തിൻ്റെ ആലയം എന്ന വിചാരത്തോടെ വേണം പെരുമാറാൻ. പഠനമുറി നിശബ്ദത പാലിക്കണം. ക്ലാസ് റൂം അടുക്കും ചിട്ടയും വേണം. ക്ലാസ് വൃത്തിയായി സൂക്ഷിക്കുകയും വേണം. ബെഡ്റൂം വസ്ത്രങ്ങൾ വലിച്ചുവാരി തൂക്കിയിടരുത്. ഡൈനിങ് റൂം ഭക്ഷണം കഴിക്കുന്നതിനു മുൻപും ശേഷവും പ്രാർത്ഥിക്കണം. കളിസ്ഥലം നിയമങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. പണിസ്ഥലം മണ്ണിൽ പണിയുന്നതും അടുക്കളയിൽ ജോലി ചെയ്യുന്നതും ആക്ഷേപമായി കരുതരുത്. ബാത്റൂം വൃത്തിയായി സൂക്ഷിക്കുക. വരാന്ത അധികം ശബ്ദമുണ്ടാക്കരുത്. ദൈവത്തിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.